ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ച ആളാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ഞാനത് കഴിഞ്ഞ് ഏറ്റുമാനൂർ 76-ലാണ് ഏറ്റുമാനൂരിലെത്തുന്നത്. ഏറ്റുമാനൂരിലെത്തി ഞാൻ ഇങ്ങനെ ബികോമിന് പഠിച്ചുകൊണ്ടിരുന്നു. പഠിത്തം കഴിഞ്ഞ സമയത്ത് കുറച്ച് നാടകങ്ങൾ സംവിധാനം ചെയ്തും അമച്ചർ നാടകങ്ങൾ സംവിധാനം ചെയ്തും അഭിനയിച്ചും പാട്ടെഴുതിയുമൊക്കെ ഇങ്ങനെ ഒരു സാഹിത്യ കലാ ലോകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിലുള്ള ദിവാകരൻ എന്നൊരാൾ, ഒരു പ്രശ്നം നടന്ന ആളാണ്, എന്നെ വന്ന് കണ്ടു. കണ്ടിട്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ എം.എൻ. ശ്രീധരൻ എന്നൊരാളുണ്ട്, സംവിധായകനാണ്. അദ്ദേഹം KP കുമാറിൻ്റെ കൂടെയൊക്കെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തുള്ള ആളാണ്. സിനിമ രംഗത്ത് വളരെ തഴക്കവും പഴക്കമുള്ള ആളാണ്. വർഷങ്ങളായിട്ട് ഫീൽഡിലുള്ള ആളാണ്. ഐശ്വര്യയുടെയും ഹരിഹരൻ്റെയൊക്കെ കാലം മുതൽ, തുടക്കം മുതലേ ഇവരെല്ലാം ഒരുമിച്ച് ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം സാംബശിവൻ, കാഥികൻ സാംബശിവനെ കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ചെയ്യുന്നു. അപ്പോൾ അതിന് ഒരു സ്ക്രിപ്റ്റ് എഴുതി തരാമോ എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ ആ കാലഘട്ടങ്ങളിൽ ഈ തിരക്കഥയൊന്നും എഴുതി എനിക്ക് പരിചയമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അത് നിരസിച്ചു. പക്ഷേ എൻ്റെ ജ്യേഷ്ഠൻ ഏറ്റുമാനൂർ ശ്രീകുമാർ അതിന് മുമ്പ് തന്നെ പ്രഭു എന്നൊരു സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ ചെയ്തിട്ടുണ്ട്. അദ്ദേഹവും എൻ്റെ കസിൻസും കൂടെ ചേർന്നിട്ടാണ് ആ സിനിമ നിർമ്മിച്ചത്. അങ്ങനെ ഈ എം.എൻ. ശ്രീധരനെയും ദിവാകരനെയും കൂടി ഏറ്റുമാനൂർ ശ്രീകുമാറിനെ ബന്ധപ്പെടുത്തുന്നു. അദ്ദേഹം ഈ വിഷയത്തെപ്പറ്റി ഞങ്ങളെല്ലാം കൂടി ചർച്ച ചെയ്യുന്നു. ഈ സമയത്ത് എനിക്ക് സിനിമയിൽ ഒന്നും വലിയ താല്പര്യമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് ഒരു സിനിമ സംവിധായകനാകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ എം.എൻ. ശ്രീധരൻ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന് ഹരിഹരനെ പരിചയമുണ്ട്. അപ്പോൾ ഹരിഹരൻ ആലപ്പുഴയിൽ പൂച്ച സന്യാസി എന്നൊരു സിനിമ ഹരിഹരൻ സംവിധാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എന്നെ ശുപാർശ ചെയ്യാമെന്ന് എം.എൻ. ശ്രീധരനുള്ളൊരു ജൂനിയർ യേശുദാസ് എന്നൊരു ആളാണ് എന്നോട് വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം ഇങ്ങനെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്നൊരു ആശയം ചേട്ടന് ഏറ്റുമാനൂർ ശ്രീകുമാറിനുണ്ടായി. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഈ സാംബശിവനെ പറ്റി ഡോക്യുമെൻ്ററി ചെയ്യുന്നതിനേക്കാൾ നല്ലത് സാംബശിവൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു 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 ഫിക്ഷൻ, ഒരു ഫീച്ചർ ഫിലിം ചെയ്താൽ നന്നായിരിക്കും, ഡോക്യുമെൻ്ററിയേക്കാൾ നല്ല അതാണ് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു കാൽപ്പനിക കഥാപാത്രത്തെ ഉണ്ടാക്കിയിട്ട് അയാളൊരു കാഥികനാണ്. ആ കാഥികനെ സാംബശിവൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ കാഥികനിലൂടെ പറഞ്ഞു വയ്ക്കാം. അപ്പോൾ മറ്റു കാര്യങ്ങളിലുമൊക്കെ എഴുതാൻ പറ്റും. വിശാലമായ ഒരു ക്യാൻവാസായിട്ട് മാറും അത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ സിനിമ ചെയ്യേണ്ടത് എന്നുള്ളതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ എം.എൻ. ശ്രീധരൻ പറഞ്ഞു, തിരുവനന്തപുരത്ത് ഒരു പ്രൊഡ്യൂസറുണ്ട്, അദ്ദേഹം പൈസ മുടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അദ്ദേഹത്തോടൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തോട്ട് ആലോചിച്ചിട്ട് വന്നു കഴിഞ്ഞ് പറഞ്ഞു, അദ്ദേഹം സിനിമ നിർമ്മിക്കാൻ സമ്മതമാണ്, അദ്ദേഹത്തിന് സമ്മതമാണ്. പക്ഷേ സിനിമയിൽ സ്റ്റണ്ട് വേണം, കുളിസീൻ വേണം, ബലാത്കാര രംഗങ്ങളൊക്കെ വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അന്നത്തെ ഒരു കാലഘട്ടത്തിലെ സിനിമയുടെ ഒരു രീതി അതാണ്. അപ്പോൾ പക്ഷെ സാംബശിവൻ സാറ് അഭിനയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സിനിമയിലൊന്നും പാടില്ല. അദ്ദേഹം നമ്മളിത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക്. അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോഴത്തേക്ക് ഈ പ്രൊഡ്യൂസറെ കട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചിട്ട് സിനിമ ഞങ്ങൾ തന്നെ നിർമ്മിക്കാം എന്നൊരു ആശയത്തിലെത്തി. അപ്പോൾ ജ്യേഷ്ഠൻ്റെ മകൻ്റെ പേരാണ് വിഷ്ണു. അങ്ങനെ വിഷ്ണു ഫിലിംസ് എന്നുള്ള പേരിൽ ഒരു സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ പണം ഒന്നും ഞങ്ങളിലില്ല. ഈ സിനിമ നിർമ്മിക്കാനുള്ള പണം ഞങ്ങളുടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കൊരു പുതിയൊരു ആശയം തോന്നിയത് ഇങ്ങനെയാണ്. സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്യുക, 16mm ഫിലിമിൽ എടുക്കുക, അതിനെ 35mm ബ്ലോ അപ്പ് ചെയ്യുക, ഇങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് തീരുമാനം. അന്ന് കളർ അത്ര സാർവത്രികമായിട്ടില്ലാത്തൊരു കാലഘട്ടമാണത്. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചിട്ട് ഈ കണ്ണൻ നാരായണൻ എന്ന് പറഞ്ഞൊരു ക്യാമറാമാനുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് രമേശ്. അദ്ദേഹം എഡിറ്ററാണ്. അരവിന്ദൻ്റെ എല്ലാ സിനിമകളും, തമ്പ്, കുമ്മാട്ടി, എല്ലാ സിനിമകളിലും, കാഞ്ചന സീത, എല്ലാ സിനിമകൾക്കും എഡിറ്റിംഗ് നടത്തിയിട്ടുള്ള പ്രശസ്തനായ ഒരാളാണ് രമേശിൻ്റെ സഹോദരനാണ് കണ്ണൻ നാരായണൻ. അപ്പോൾ കണ്ണൻ നാരായണൻ ഈ 16mm ഷൂട്ട് ചെയ്ത് 35mm കൺവേർട്ട് ചെയ്യുന്നതിന് ഒരു എക്സ്പെർട്ടാണ്. അങ്ങനെ കണ്ണൻ നാരായണൻ സാറോട് നമ്മൾ ബന്ധപ്പെടുന്നു, അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബഡ്ജറ്റ് ഇടുമ്പോൾ എങ്ങനെ വന്നാലും ഒരു അന്നത്തെ കാലഘട്ടത്തിൽ പുതുമുഖങ്ങളെ വെച്ച് ചെയ്യുമ്പോൾ ഒരു 40,000 രൂപയ്ക്കൊക്കെ പടം തീരുമെന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പോഴാണ് കേരളത്തിൽ വെച്ച് പൂർണ്ണമായും ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ കേരള സർക്കാരിൻ്റെ സബ്സിഡി 50,000 രൂപ നമുക്ക് ലഭിക്കും. അപ്പോൾ എങ്ങനെ പോയാലും 10 രൂപ ലാഭം. ഇനി ലാഭം അല്ലെങ്കിൽ പോലും 50,000 രൂപയ്ക്ക് പടം ചെയ്യാൻ പറ്റും. അപ്പോൾ
അപ്പം ഇലയ്ക്ക് മുള്ളിന് കേടില്ലാതെ പോകാമെന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ വീട്ടുകാർക്കുമൊക്കെ സമ്മതമായിരുന്നു. ആർക്കും അതിനകത്ത് പ്രശ്നമില്ല. ഞങ്ങൾ ഈ സിനിമയിൽ ഇറങ്ങുന്നതിനോട് അവർക്കും സമ്മതമായിരുന്നു. അങ്ങനെയാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. സിനിമയ്ക്ക് കഥ മുഴുവൻ തീരും മുൻപേ എന്നൊരു പേരാണ് ഏറ്റവും ശ്രീകുമാർ നിർദ്ദേശിച്ചത്. അപ്പം ഞാനാണ് അത് സജസ്റ്റ് ചെയ്തത്. നമുക്ക് പല്ലാങ്കുഴി എന്ന് പേരിട്ടാലോ എന്ന് ചോദിച്ചു. തിരുവനന്തപുരത്തുള്ള ഒരു മഞ്ചാടി വെച്ച് കളിക്കുന്നൊരു കളിയാണ് പല്ലാങ്കുഴി. അപ്പോൾ ആ കളിയുടെ ഭാഗമായിട്ട് ചില കുഴികൾ നിറയുകയും ചില കുഴികൾ ഒഴിയുകയൊക്കെ ചെയ്യും. അപ്പോൾ ജീവിതം അതുപോലെയാണ്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് നിറവ് ഉണ്ടാകും, ചില സമയത്ത് നമുക്ക് കുറവുണ്ടാകും. അങ്ങനെ ഒരു രീതിയിലാണ് ആ സിനിമയുടെ പേര് നിർദ്ദേശിക്കുന്നത്. എന്തായാലും ആ പേര് എല്ലാവരും സ്വീകരിച്ചു. അങ്ങനെ പല്ലാങ്കുഴി എന്നുള്ള സിനിമയുടെ വർക്കുമായിട്ട് ഞങ്ങൾ ഏറ്റുമാനൂർ തന്നെയാണ് ആദ്യമായിട്ടൊരു പൂജ നടത്തി. ജി അരവിന്ദൻ്റെ, വിഖ്യാത സംവിധായകൻ ജി അരവിന്ദൻ്റെ സഹോദരൻ ഗോപൻ ചേട്ടനാണ് അത് സ്വിച്ച് ഓൺ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയെ ഏറ്റുമാനൂർ തന്നെയുള്ള നമ്മളൊരു അന്ന് എൻ്റെ പ്രായമൊക്കെയുള്ള ഒരു പയ്യൻ ഈ സിനിമ നിർമ്മിക്കാൻ സന്നദ്ധനായിട്ട് മുന്നോട്ട് വരുന്നു. അയാൾ വന്നതോടുകൂടി നമ്മുടെ ഈ പ്ലാനിങ് എല്ലാം തകിടം മറിയുന്നു. കാരണം അയാൾ പറഞ്ഞു, നമുക്ക് 35 mm തന്നെ സിനിമ എടുക്കാം, നമുക്ക് കളറിൽ ചെയ്യാം. അങ്ങനെ വിശാലമായ ഒരു ക്യാൻവാസിലോട് കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ ഞങ്ങളുടെ പിടിയിൽ നിന്ന് കൈ വിട്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അയാൾ വരുന്നു. ആദ്യമായി ചെയ്തത് യേശുദാസും ജാനകിയും പാടിയ ഒരു പാട്ട് മദ്രാസിൽ റെക്കോർഡ് ചെയ്യുക എന്നുള്ള ഒരു നടപടിയാണ് ആദ്യം നടന്നത്. അപ്പോൾ അതിലെ ആ പാട്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഏതു നാട്ടിലാണോ കഥ എന്നു നടന്നതാണോ, ഏതോ കൊട്ടാരക്കെട്ടിനകത്തൊരു രാജകുമാരിയുണ്ടായിരുന്നു, എൻ മുന്നിലെ കവിത പോലായിരുന്നു. കെ രാഘവ മാഷാണ് സംഗീതം. അപ്പോൾ ആ പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പയ്യൻ നിർമ്മാതാവ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. അതായത് ഇപ്പോൾ ഇത്ര മുടക്കിയ പൈസ പോകട്ടെ, പക്ഷേ ഞാൻ പിന്മാറുകയാണ്, എനിക്ക് വീട്ടിൽ നിന്ന് സമ്മതമില്ല, വീട്ടിൽ മാതാപിതാക്കൾ എന്നെ വഴക്ക് പറയുന്നുണ്ട്, അതുകൊണ്ട് സിനിമാ രംഗത്ത് ഞാനില്ല, ഈ മുടക്കിയ പൈസ പോയി അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഒരിടത്ത് നിന്ന് ഇറങ്ങി വേറൊരിടത്ത് എത്തിയിട്ടുമില്ല. അപ്പോൾ ഞങ്ങൾക്കിത് മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. 1-2 പ്രശ്നങ്ങൾ അതിനകത്ത് മെയിനായിട്ടുള്ളത്, എം.എൻ. ശ്രീധരൻ്റെ ആദ്യത്തെ സംവിധായക സംരംഭമാണ്. അത് പാളിപ്പോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് വലിയ ക്ഷീണമായിരിക്കും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ എം.എൻ. ശ്രീധരൻ്റെ ഭാവി എന്നുള്ള ഒരു ഒറ്റ പോയിന്റിലാണ് ഞങ്ങൾ പിന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അതുകൊണ്ട് ഈ പടം എങ്ങനെയും മുന്നോട്ട് പോകണം, അതിനുവേണ്ടി എവിടെന്നെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കണം എന്നുള്ള ധാരണയിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോഴത്തേക്ക് അദ്ദേഹം ജ്യേഷ്ഠൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, എം.എൻ. ശ്രീധരനോട് മദ്രാസിൽ പോയി ഇത് ഫിലിം പ്രൊഡ്യൂസേഴ്സ് ഗിൽഡിൽ പേര് രജിസ്റ്റർ ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം ചെയ്ത് എന്ന് വെച്ചാൽ, എം.എൻ. ശ്രീധരൻ അദ്ദേഹത്തിൻ്റെ പേര് പ്രൊഡ്യൂസറാക്കിയില്ല, അദ്ദേഹം ചേട്ടൻ്റെ വൈഫിൻ്റെ പേരും കൂടെ ചേർത്ത് അവർ രണ്ടുപേരും കൂടെ ഉള്ള ഒരു പ്രൊഡ്യൂസർഷിപ്പാണ് ഉണ്ടാക്കി വെച്ചത്. കാരണം ജ്യേഷ്ഠനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ ജോലി ഉണ്ടായിരുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ സിനിമ നിർമ്മാണത്തിന് പ്രത്യക്ഷമായി മുന്നോട്ട് വരാൻ പറ്റില്ല. അങ്ങനെ എം.എൻ. ശ്രീധരനും ഏറ്റവും ശ്രീകുമാറിൻ്റെ ഭാര്യയും നിർമ്മാതാക്കളായിക്കൊണ്ട് അവിടെ മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കടം വാങ്ങിച്ചും ആഭരണങ്ങൾ പണയം വെച്ചും വിറ്റും സുഹൃത്തുക്കളോട് പൈസ കടം വാങ്ങിച്ചും ഒക്കെ ഞങ്ങൾ ഷൂട്ടിംഗ് ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് ഷൂട്ടിംഗ് തുടങ്ങി. EMS നമ്പൂതിരിപ്പാടിൻ്റെ ഭാര്യ ആര്യ അന്തർജനത്തിൻ്റെ തറവാടായ കുടമാളൂരിലുള്ള തെക്കേടത്തെ മനയിലാണ് ആദ്യത്തെ ഷൂട്ടിംഗ് നടക്കുന്നത്. ജഗന്നാഥ് വർമ്മ അതിനകത്ത് റോൾ അഭിനയിച്ചിട്ടുണ്ട്. രൂപ എന്നുള്ള നടിയാണ്. ആമ്പൽപ്പൂവിലെ നായികയായിരുന്നു, ഒരു തലയ രാഗത്തിലെ നായികയായിരുന്ന, പിൽക്കാലത്ത് എൻ ടി രാമറാവുവിൻ്റെ നായികയായി മാറിയ രൂപ എന്ന് പറയുന്ന നടിയാണ് നായികയായിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്തത്. പിന്നെ ആലുമൂടനുണ്ടായിരുന്നു, നെല്ലിക്കോട് ഭാസ്കരനുണ്ടായിരുന്നു, SP ചേട്ടനുണ്ടായിരുന്നു, ഫിലോമിന ഉണ്ടായിരുന്നു. ഇങ്ങനെ നിരവധി പേര് ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഈ ഷൂട്ടിംഗ് തുടങ്ങി. കുറച്ച് നാൾ പോകുമ്പോഴത്തേക്ക് ഈ പയ്യൻ നിർമ്മാതാവ് വീണ്ടും വന്നിട്ട് അയാൾ ജോയിൻ ചെയ്യാമെന്ന് പറയും. അങ്ങനെ അയാൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെ അയാൾ പിൻവലിയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം അയാൾക്ക് പൈസ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വെച്ചാൽ അയാൾ കുറച്ച് പൈസ മുടക്കിയുള്ളത്
തിരിച്ചു കൊടുക്കണ്ട, കാരണം അയാളുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നമാണല്ലോ, അയാൾ പിൻവാങ്ങിയതാണല്ലോ. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കെ പോകെ മദ്രാസിൽ വെച്ച് ഒരിക്കൽ ഞാനും എം എൻ ശ്രീധരനോട് മദ്രാസിൽ ചെന്നപ്പോൾ അവിടെ വെച്ച് എം എൻ ശ്രീധരനോട് പറഞ്ഞു, നിങ്ങളിതിൻ്റെ പ്രൊഡ്യൂസറാവണം, കാരണം എനിക്കിതിൽ താല്പര്യമില്ല. ശ്രീകുമാർ സാറ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രൊഡ്യൂസർ എൻ്റെ പേര് വെച്ചത്. പിന്നെ സാറിൻ്റെ വൈഫ്, അവർക്ക് ഈ സംബന്ധിച്ച് എന്തെങ്കിലും കേസോ ഒക്കെ വന്ന് അവർ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും കയറി ഇറങ്ങി നടക്കണ്ടേ, അത് ഒഴിവാക്കണം. അതുകൊണ്ട് നിങ്ങൾ പ്രൊഡ്യൂസറാകൂ എന്ന് പറഞ്ഞാൽ എന്നെ പ്രൊഡ്യൂസറാക്കി. അങ്ങനെയാണ് ഞാൻ നിർമ്മാതാവാകുന്നത്. ഞാൻ സ്വമേധയാ നിർമ്മാതാവായതല്ല, എന്നെ നിർമ്മാതാവാക്കിയതാണ്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നൊക്കെ പറയുന്ന മാതിരി അവരെന്നെ നിർമ്മാതാവാക്കി. അങ്ങനെ ഞാൻ നിർമ്മാതാവായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ ഷെഡ്യൂളെല്ലാം കഴിഞ്ഞു, ഒരുവിധം ഭംഗിയായിട്ട് നടന്നു. ചില സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് ഫിലിം ഇല്ലായിരുന്നു, പക്ഷേ ആ സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഫിലിം ഇല്ലാത്ത കാരണത്താൽ ഷൂട്ടിംഗ് നിർത്തി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫിലിം ഇല്ലാതെ തന്നെ ഷൂട്ട് ചെയ്യുന്നതായിട്ട് നാട്യം വരെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര തമാശയുള്ള കാര്യങ്ങളാണ്, ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുന്നോട്ട് പോയി. ഈ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചുള്ള എന്നോട് പറഞ്ഞത് ഹരിഹരൻ്റെ കൂടെ പോകണ്ട, ഇവിടെ നിന്നുകൊണ്ട് അസിസ്റ്റൻറ്റ് ഡയറക്ഷൻ പഠിക്കാം എന്നാണ് പറഞ്ഞിരുന്നെങ്കിലും ഫലത്തിൽ ഞാനൊരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ടാണ് മാറിയത്. കാരണം ഇവിടുത്തെ ഷൂട്ട് നടന്നു കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തെ ഷൂട്ടാണെങ്കിൽ ഞാൻ അവിടെ ചെന്ന് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക, അവരെ കാണുക, പെർമിഷൻ വാങ്ങിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതിനിടയ്ക്ക് നമ്മളെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ലൈൻമാനൊക്കെ നമ്മൾ ഒരുപാട് രസകരമായി പറഞ്ഞാൽ സഹായിച്ചിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ അയാൾ ഫീസ് ഊരും. അപ്പം നമ്മൾ അയാളെ കണ്ടുപിടിച്ച് തന്നിട്ട് പൈസ 100 രൂപ കൈ കൊടുക്കുകയാണെങ്കിൽ അയാളത് കെട്ടിത്തരും. ഒരു 2 മണിക്കൂർ അയാൾ പിന്നെ ഊരും. ഇങ്ങനെ വന്നപ്പോൾ ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കണമല്ലോ എന്ന് ആലോചിച്ചപ്പോഴത്തേക്കാണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു എഞ്ചിനീയറെ ഞങ്ങൾ പരിചയപ്പെട്ട് അദ്ദേഹത്തിനെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു അമ്പലത്തിൽ തൊഴുന്ന സീൻ, ഈ നമ്മുടെ ജഗന്നാഥർമ്മ സാറിൻ്റെ കൂടെ അയാൾ ഇന്ന് തൊഴുന്ന ഒരു സീൻ നമ്മൾ ഷൂട്ട് ചെയ്തു. പക്ഷെ അതിനുശേഷം പിന്നെ ലൈൻമാനെ കൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ ഈ സാറൊക്കെ അഭിനയിക്കുന്നതാണല്ലോ, അപ്പോൾ റോൾ എത്രത്തോളം അയാൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള രസകരമായ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് രസകരമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതെല്ലാം ഓർക്കുമ്പോൾ ഇപ്പോൾ അത്ഭുതമാണ് അത് എങ്ങനെ നടന്നു എന്നുള്ളത്. ഈ സമയത്ത് എൻ്റെ ബികോം പരീക്ഷ ഞാൻ പൂർത്തിയാക്കിയിട്ടില്ലായിരുന്നു. ഞാനത് ചില പേപ്പർ എഴുതാതെയാണ് ഈ സിനിമയുടെ പുറകെ നടക്കുന്നത്. അങ്ങനെ ആ സിനിമ 2ാം ഘട്ടം എത്തുമ്പോഴത്തേക്ക് ഞങ്ങളുടെ കയ്യിൽ തീരെ പൈസയില്ല. അപ്പോഴാണ് എം എൻ ശ്രീധരൻ്റെ ഒരു സുഹൃത്ത്, ഒരു ഗോപാലകൃഷ്ണൻ, അദ്ദേഹം ഞങ്ങളോട് ജോയിൻ ചെയ്യുന്നത്. അതേപോലെ ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണ് കേട്ടോ, 2ാമത്തെ ഷെഡ്യൂളും കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം നമ്മളോട് ജോയിൻ ചെയ്ത് ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾക്കെല്ലാം അദ്ദേഹം നമ്മുടെ കൂടെ കൂടുകയായിരുന്നു. എന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് ഇത്രയും വർഷത്തെ ഓർമ്മയുടെ ചെറിയ പ്രശ്നമുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്താണ് അദ്ദേഹം വന്നത്. അതോ സെക്കൻഡ് ഷെഡ്യൂൾ ഉണ്ടായിരുന്നോ എന്ന് ഞാനിപ്പോൾ ഓർമ്മിക്കുന്നില്ല. സെക്കൻഡ് ഷെഡ്യൂളിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു. സെക്കൻഡ് ഷെഡ്യൂൾ സമയത്ത് വി സാംബശിവൻ സാറ് സ്വപ്പം നല്ല തിരക്കായിപ്പോയി. അദ്ദേഹത്തിന് ഒരു ദിവസം 2 അല്ല 3 കഥാപ്രസംഗം നടത്തേണ്ട അവസ്ഥയാണ്. രാത്രി 2ഉം, സമയമില്ലാത്തതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ രാവിലെ 10 മണിക്ക് ഇങ്ങനെ വന്നു. പക്ഷേ എന്നിട്ടും അദ്ദേഹം ഒരു കാര്യം ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നു, ഈ സിനിമയിൽ അഭിനയിക്കുന്നതിന് ഞാൻ 5 പൈസ നിങ്ങൾക്ക് തരില്ല, നിങ്ങൾ എനിക്ക് 5 പൈസ തരണ്ട, നിങ്ങൾ പറയുന്ന സ്ഥലത്ത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഞാൻ എൻ്റെ കാറിൽ സ്വന്തം പെട്രോൾ അടിച്ച് വന്നുകൊള്ളാം. ഇതാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. പിന്നെ പറഞ്ഞത്, ഞാൻ ഹീറോ ആയതുകൊണ്ട് എനിക്ക് വലിയ ആഡംബരമായ ഹോട്ടലൊന്നും വേണ്ട, നിങ്ങളും നിങ്ങളുടെ ക്രൂ എവിടെയാണ് താമസിക്കുന്നത് അവിടെ തന്നെ എനിക്ക് മുറി തന്നാൽ മതി. അങ്ങനെ വളരെ ഏറ്റവും മഹാനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. കാരണം വെച്ചാൽ അദ്ദേഹം അത്രത്തോളം ഒരു ജാടയുമില്ലാതെ എല്ലാവരുമായിട്ടും ആ ഇടതുപക്ഷ പ്രവർത്തകൻ്റെ എല്ലാവിധ സ്വഭാവങ്ങളും ഞാൻ അദ്ദേഹത്തിൽ നിന്ന് വായിച്ചെടുത്തു. ഞാനും അദ്ദേഹമായിട്ടുള്ളൊരു പരിചയം എന്ന് പറയുന്നത്, ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ആദ്യം പറഞ്ഞൊരു വാചകം, അദ്ദേഹത്തിന് എന്നെ വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിക്കുകയോ അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു എന്താ പറയുന്നത് ഭയങ്കര അടുത്ത ബന്ധമായി. അതിന് കാരണം വേറൊന്നുമല്ല, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ സാറിൻ്റെ കഥാപ്രസംഗം കേൾക്കുന്നത് ജനിക്കും മുൻപ് തന്നെ സാറിൻ്റെ കഥാപ്രസംഗം ഞാൻ കേട്ടിരുന്നു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ചോദിച്ചു, ജനിക്കും മുമ്പ് എങ്ങനെ കേട്ടു? ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്ത് കണ്ണമൂലയിൽ ഒരു ചാമുണ്ഡി ക്ഷേത്രമുണ്ട്, അവിടെ എല്ലാ വർഷവും സാറിൻ്റെ കഥാപ്രസംഗം ഉണ്ടല്ലോ, സാർ അവിടെ വരാറുമുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ അതെല്ലാം കേൾക്കാൻ പോകാറുണ്ട്. ഒരിക്കൽ അമ്മ കഥാപ്രസംഗം കേൾക്കാൻ പോയപ്പോൾ ഞാൻ അമ്മയുടെ വയറ്റിലുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഗർഭത്തിൽ വെച്ച് തന്നെ അങ്ങയുടെ കഥാപ്രസംഗം കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വികാരഭരിതനായി, അദ്ദേഹത്തിൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു. അദ്ദേഹം എന്നെ
ചേർത്ത് പിടിച്ചു. ആ ഒരു ബന്ധം ഞങ്ങൾ അവസാനം വരെ തുടർന്നുള്ളതാണ്. എൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് അദ്ദേഹം വന്നു. എന്നോട് ഭയങ്കര വാത്സല്യമായിരുന്നു. ഈ നാഗമ്പടം അമ്പലത്തിലൊക്കെ പുള്ളി കഥ പറയുമ്പോൾ ഞാൻ സ്റ്റേജിൻ്റെ സൈഡിലുണ്ടെങ്കിൽ അദ്ദേഹം ആ കഥയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ ആ ഇൻ്റർവൽ സമയത്ത് അദ്ദേഹം സ്റ്റേജിൻ്റെ സൈഡിൽ വന്ന് കുത്തിയിരുന്നു കൊണ്ട് എന്നോട് സംസാരിക്കുമായിരുന്നു. ഇതൊക്കെ ഭയങ്കര കാര്യങ്ങളാണ്. അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ കഥാപ്രസംഗത്തിന് പോകുമ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോകും, എന്നെ കൂടെ കൊണ്ടുപോകും. ഞാൻ കൊല്ലത്ത് ചെല്ലുമ്പോൾ എൻ്റെ കയറിക്കോളൂ, ഇന്ന് നെടുമങ്ങാടാണ്, കയറിക്കോളൂ, ഇന്ന് തിരുവനന്തപുരത്താണ്, സെനറ്റ് ഹാളിലാണ് ഇന്ന് കഥ പറയുന്നത്. IPS കാരും IAS കാരും എല്ലാം സെക്രട്ടറിമാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വേദിയിൽ ഞാൻ പറയും. ഞാൻ ഇത്ര നാളും അമ്പലപ്പറമ്പിലും പാർട്ടി ചടങ്ങുകളിലുമാണല്ലോ കഥ പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ വിശിഷ്ടമായ ഒരു വേദിയിൽ ഞാൻ കഥ പറയുകയാണ്. അന്ന് അദ്ദേഹം പറഞ്ഞ കഥയുടെ പേരാണ് ക്ലിയോപാട്ര, റൈഡർ ഹെഗാർഡിൻ്റെ ക്ലിയോപാട്ര. ആ കഥ ക്ലിയോപാട്ര പറഞ്ഞതിന് മുമ്പ് ഒരു 15-20 മിനിറ്റ് അദ്ദേഹം ആംഗല സാഹിത്യത്തിലെ ക്ലിയോപാട്ര ആരൊക്കെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അദ്ദേഹം അവിടെ പറഞ്ഞു. 10-20 മിനിറ്റ്. ഇവർ തമ്മിലുള്ള ഈ ഓഡിയൻസ്, ഈ സെക്രട്ടറിമാരും IPS കാരൊക്കെ സംസാരിക്കുന്നത് ഞാൻ ഇൻ്റർവൽ സമയത്ത് കേട്ടു. അവർ പറയുകയാണ്, ഇത്രയും ജ്ഞാനമുള്ളൊരു ആളെയാണോ നമ്മൾ ഈ അമ്പലപ്പറമ്പിലെ ഒരു കഥാപ്രസംഗമാണ് കണ്ടുകൊണ്ടിരുന്നത്, ഇദ്ദേഹത്തിന് ഇത്ര ജ്ഞാനമുണ്ടോ, നമുക്ക് പോലും അറിയില്ലല്ലോ ഈ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ പറഞ്ഞു. അത് സാറിനോട് ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഈ കഥാപ്രസംഗ കലയെ അദ്ദേഹം ഈ അമ്പലപ്പറമ്പിൽ നിന്ന് കൊണ്ടുവന്ന് ഓഡിറ്റോറിയത്തിലോട്ട് കൊണ്ടുവന്ന് അങ്ങനെ കഥാപ്രസംഗത്തിന് ഒരു മാറ്റം ഉണ്ടാക്കി കൊടുത്തുള്ളത്. കഥാപ്രസംഗ അക്കാദമി രൂപീകരിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പോയിരുന്നു, എന്നെ കൂടെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പലരും എന്നെ അനുകരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷമം. അത് പാടില്ല, അത് സ്വന്തമായ രീതിയിൽ കഥാപ്രസംഗം മുന്നോട്ട് വരട്ടെ. അദ്ദേഹം തിരക്കുള്ള കഥയുള്ള സമയത്ത് പോലും അദ്ദേഹം കഥാപ്രസംഗ അക്കാദമിയിൽ പോയി ക്ലാസ് എടുക്കുമായിരുന്നു. അത്രത്തോളം കമ്മിറ്റ്മെൻറ്റ് അദ്ദേഹത്തിന് ആ കലയോടുണ്ടായിരുന്നു. അത്ര വലിയൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെയൊക്കെ പരിചയപ്പെടാൻ പറ്റിയെന്നുള്ളതാണ്. പിൽക്കാലത്ത് ഈ സിനിമ പൊളിഞ്ഞു പോയി, അത് വേറെ കാര്യം. പക്ഷേ എങ്കിലും അതിനേക്കാളും എനിക്ക് സന്തോഷം അദ്ദേഹത്തെ പോലുള്ള ആളുമായിട്ട് അടുത്ത് ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം തിരക്കായ സമയത്താണ് സെക്കൻഡ് ഷെഡ്യൂൾ നടക്കുന്നത്. അപ്പോൾ 2 പ്രശ്നങ്ങളാണ് ആ സമയത്ത് ഉണ്ടായത്. ഒന്ന്, നായിക രൂപ ND രാമറാവുവിൻ്റെ നായികയായിട്ട് അഭിനയിക്കാനായിട്ട് കോൾ ഷീറ്റ് കൊടുത്തിരിക്കുകയാണ്. അത് പിന്നെ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ച് അത് അവിടുന്ന് അവധിയെടുത്തു. 2-3 ദിവസത്തെ പെർമിഷൻ വാങ്ങിച്ച് അത് കിട്ടി. അപ്പോഴാണ് ഈ രൂപയുടെ അച്ഛനോട് അഭിനയിക്കുന്ന ജഗന്നാഥ വർമ്മ സാറാണ്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂളിൽ കുറേ ഷൂട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വരാൻ പറ്റില്ല, കാരണം തിരുവനന്തപുരത്ത് പോലീസ് അക്കാദമിയുടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, അതിൻ്റെ കൺവീനറായിട്ട് എന്നെയാണ് വെച്ചിരിക്കുന്നത്, എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല, ലീവ് കിട്ടില്ല എന്ന്. ഞാൻ പറഞ്ഞു, ലീവ് കിട്ടില്ല വലിയ പ്രശ്നമാണ്, കാരണം ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു, അത് അവരെ എല്ലാ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തകരെല്ലാം ഞങ്ങൾ കോൺടാക്റ്റ് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞു. സാറ് വന്നില്ല ഈ പരിപാടി നടക്കില്ല എന്ന് പറയും. അല്ലാതെ ബുദ്ധിമുട്ടാണ്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് കയറി പറയാൻ പറ്റില്ല, സിനിമയിൽ അഭിനയിക്കണം, എൻ്റെ ഈ ഉത്തരവാദിത്തമുള്ള ജോലി മാറ്റി തരാമെന്ന് പറയാൻ എനിക്ക് പറ്റില്ല, അതൊന്നും നടക്കില്ല എന്ന് അദ്ദേഹം തീർത്ത് പറഞ്ഞു. സാംബശിവൻ സാറാണെങ്കിൽ ചില കഥാപ്രസംഗങ്ങൾ ഒഴിവാക്കിയിട്ട് നിൽക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട്. ഈ പകലുള്ള കഥാപ്രസംഗം പുള്ളി ഒഴിവാക്കി നിൽക്കുകയാണ്. കാരണം അല്ലെങ്കിൽ വൈകുന്നേരത്തെ 7 മണിക്കുള്ള കഥാപ്രസംഗം പുള്ളി മാറ്റി 12 മണിക്കൊക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ജഗന്നാഥ വർമ്മ സാർ പറയുന്നത് ഇത് പറ്റില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ വളരെ വിഷമിച്ചിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു സ്വർഗ്ഗദൂതനെ പോലെ കോട്ടയത്തുള്ള NP അശോകൻ എന്ന് പറയുന്നൊരു അഡ്വക്കേറ്റ്, അദ്ദേഹം ഞങ്ങളുടെ ഫാമിലി സുഹൃത്താണ്. അദ്ദേഹം ഒരു വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് നമുക്ക് പരിഹരിക്കാമല്ലോ, ഒരു പ്രശ്നമില്ല, നാളെ രാവിലെ നമുക്ക് തിരുവനന്തപുരം വരെ പോകാം. ഉമ്മൻചാണ്ടി സാറാണല്ലോ ഹോം മിനിസ്റ്റർ. അപ്പോൾ ഉമ്മൻചാണ്ടി സാർ ഒരുപാട് ഈ സംഘടനകളുടെ പ്രസിഡൻറ്റും ഞാൻ സെക്രട്ടറിയുമാണ്, ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ്, ഞാനത് ഇടപെടാം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ NP അശോകൻ സാറും ഞാനും കൂടി ഒരു ട്രെയിനിൽ തിരുവനന്തപുരത്ത് പോകുന്നു. ആ സമയത്തൊക്കെ കാശ് നമ്മുടെ കയ്യിൽ ഇല്ല കേട്ടോ, കാരണം എല്ലാ കാശും പോയി. പിന്നെ നമ്മൾ എന്താ പറയുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അശോകൻ സാറാണ് ടിക്കറ്റ് എടുത്തത് പോലും. അങ്ങനെ തിരുവനന്തപുരത്ത് പോയി ഞങ്ങൾ നേരെ ക്ലിഫ് ഹൗസിലാണെന്ന് തോന്നുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്, അപ്പോൾ സാനിടുവോ അത് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അവിടെ ചെന്നു, ഉമ്മൻചാണ്ടി സാറിനെ കണ്ടു, സംസാരിച്ചു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു മന്ത്രിയെ നേരിട്ട് കാണുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവിടെ തന്നെ അവിടെ നിന്ന് ഫോൺ വിളിച്ചിട്ട്, അന്നത്തെ IG ആണ്, DGP അല്ല, അന്ന് IG MK ജോസഫ് സാറ്, MK ജോസഫ് സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ജോസഫ് സാറേ എൻ്റെ 2 പേരും അങ്ങോട്ട് വരുന്നുണ്ട്, അവർ കാര്യങ്ങളൊക്കെ പറയും, അതൊന്ന് ചെയ്തു കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഫോൺ വെച്ചു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ എടുത്ത് നേരെ ഈ IG ഓഫീസിൽ പോയി. അപ്പം ഞങ്ങൾ ഇങ്ങനെ IG കാണാൻ വന്നാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പെർമിഷൻ കിട്ടി. ഞങ്ങൾ
മിനിസ്റ്റർ വിളിച്ച് പറഞ്ഞു, അദ്ദേഹം അവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എം കെ ജോസഫ് സാറ് ഇന്നത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതൊരു ശ്രദ്ധിച്ചില്ല, വലിയ ഒരു മൈൻഡ് കൊടുക്കാതെ അദ്ദേഹം പറഞ്ഞു, സിനിമയുടെ കഥ എന്താണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഇദ്ദേഹം ഈ കലയോടും സാഹിത്യത്തോടും കായിക വിനോദങ്ങളോടൊക്കെ ഏറ്റവും താല്പര്യമുള്ളൊരു മനുഷ്യനാണ് ഈ എം കെ ജോസഫ് സാർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്നെ കൊണ്ട് ഈ കഥ പറയിപ്പിച്ചു. ഞാൻ കഥയെല്ലാം പറഞ്ഞു, കഥയെല്ലാം കേട്ടു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഫോൺ എടുത്തിട്ട് എനിക്ക് തോന്നുന്നു അന്നത്തെ DYSP തോന്നുന്നു ശാസ്ത്രി സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, നമ്മുടെ ജഗന്നാഥവർമ്മയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടെ വേറൊരാളെ വയ്ക്കണം, കാരണം ജഗന്നാഥവർമ്മയ്ക്ക് ഒരാഴ്ചത്തെ ലീവ് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഉത്തരവും കേട്ടിട്ട് ഓട്ടോറിക്ഷ എടുത്ത് ജഗന്നാഥവർമ്മ സാർ താമസിക്കുന്ന തൈക്കാട് പോലീസ് ക്വാർട്ടേഴ്സിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം ഭയങ്കരമായിട്ട് ഷോക്ക്ഡായിപ്പോയി, കാരണം ഒട്ടും പ്രതീക്ഷയില്ല സംഭവം. അപ്പോൾ തന്നെ അദ്ദേഹം ബാഗെല്ലാം റെഡിയാക്കി ഞങ്ങളോട് ഇറങ്ങി ആ വണ്ടിയിൽ തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഞാൻ പ്രൊഡ്യൂസറാണ്, അദ്ദേഹം നടനാണ്, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ ആദരമായി കൊണ്ടുപോകണമല്ലോ. ഞാൻ അദ്ദേഹത്തിന് ഒരു AC ടിക്കറ്റ് എടുത്ത് കൊടുത്തു. അദ്ദേഹത്തിന് AC കമ്പാർട്ട്മെൻറ്റ് കയറ്റിയിട്ട് ഞങ്ങൾ നോൺ AC പോകാൻ വേണ്ടി വരുമ്പോൾ അദ്ദേഹം ഇറങ്ങി വന്നു. നിങ്ങളവിടെ പോവാ? ഞാൻ പറഞ്ഞു, അല്ല, ഞങ്ങൾ മറ്റേ കമ്പാർട്ട്മെൻറ്റിലാണ് കയറുന്നത്. അത് പറ്റത്തില്ല, എങ്കിൽ ഞാനും കൂടെ വരാമെന്ന്. ഞാൻ പറഞ്ഞു, പറ്റില്ല. അവസാനം എനിക്ക് എൻ്റെ പൊസിഷൻ എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു, ഞാൻ പ്രൊഡ്യൂസറാണ്, നിങ്ങൾ ആക്ടറാണ്, ഞാൻ പറയുന്നത് കേട്ടാൽ നിങ്ങൾ AC കയറിയിരിക്കാൻ പറഞ്ഞു. അത് വലിയ കഷ്ടമാണ് കേട്ടോ. ഞാൻ പറഞ്ഞു, ഒരു കഷ്ടമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെ കയറ്റി വെച്ചിട്ട് ഞങ്ങൾ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു വന്നത്, ദരിദ്രാവസ്ഥയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ എല്ലാവരുടെ ഒരു ധാരണയുണ്ട്, പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ കോടീശ്വരനാണെന്ന്. സിനിമ പ്രൊഡ്യൂസർ കോടീശ്വരനല്ല, ആകേണ്ട കാര്യവുമില്ല. കാരണം പൈസ മുടക്കുന്നവൻ്റെ പേര് ഫിനാൻസർ എന്നാണ്. ഇപ്പോൾ അന്നത്തെ കാലത്ത് തമിഴ്, തെലുങ്ക്, മലയാളം സിനിമകളെല്ലാം പൈസ മുടക്കിയിരുന്നത് മാർവാടികളാണ്. അവർ പ്രൊഡ്യൂസേഴ്സ് അല്ലല്ലോ. മാർവാടികളിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് പടം ചെയ്യുന്നത്. അങ്ങനെയാണ് എൻ്റെ രീതി. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദുരിതങ്ങളൊക്കെ അനുഭവിച്ചിട്ടാണ് ആ പടം നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ജഗന്നാഥവർമ്മ സാറിനെ കൊണ്ടുവന്നു, ഞങ്ങൾ അഭിനയിപ്പിച്ചു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ മദ്രാസിൽ ചെന്നിട്ട് എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് വി സാംബശിവൻ സാറിന് കഥയോട് കഥ, അദ്ദേഹത്തിന് വരാനേ പറ്റില്ല ഡബ്ബിങ് മദ്രാസിൽ വെച്ചാണ്, അദ്ദേഹത്തിന് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും, ഒരു നിവൃത്തിയില്ല. അപ്പോഴാണ് ഞങ്ങളുടെ അസോസിയേറ്റ് ഡയറക്ടർ കൃഷ്ണൻ കാട്ടൂർ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ശ്രീകൃഷ്ണൻ എന്നാണ്, അദ്ദേഹം ഇപ്പോൾ സിനിമയൊക്കെ സംവിധാനം ചെയ്യുന്ന ആളാണ്, കണ്ണൂരുകാരനാണ്. ശ്രീകൃഷ്ണനും ഈ ശ്രീനിവാസനും ഒരുമിച്ച് താമസിക്കുകയോ വളരെ അടുപ്പമാണ് അവർ തമ്മിൽ. അങ്ങനെ കൃഷ്ണൻ കാട്ടൂർ പറഞ്ഞിട്ടാണ് നമ്മുടെ ശ്രീനിവാസനെ കൊണ്ട് സാംബശിവന് ഡബ് ചെയ്യിപ്പിച്ചു. നിങ്ങൾ കാണുന്ന പല്ലാങ്കുഴി സിനിമ യൂട്യൂബിലുണ്ട്. അതിൽ കാണുമ്പോൾ അതിൽ ശബ്ദം സാംബശിവൻ്റെ അല്ല, ആ ശബ്ദം നൽകിയിരിക്കുന്നത് ശ്രീനിവാസനാണ്. അങ്ങനെ ഒരു കാര്യം കൂടെ അതിനകത്ത് നടന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് പടം തീരുന്നത്. പടം തീരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഈ പടം അതായത് സാംബശിവൻ്റെ കഥാപ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് ആയിരങ്ങൾ പായും തലയണയും വരെ എടുത്തുകൊണ്ട് രാത്രി പോകുന്ന കാഴ്ചകൾ കണ്ട ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർ, അയാൾ പറഞ്ഞു, ഇതിന് കൂടുതൽ പബ്ലിസിറ്റി ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പേപ്പറിൽ പോലും എൻ്റെ പരസ്യം കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്ത് സിനിമയുടെ എന്താ പറയുക, ഒരു പബ്ലിസിറ്റി ഇല്ലായ്മ ഉണ്ടാക്കി വെച്ചു. ഒന്ന്. രണ്ട്, ഗാന്ധി എന്നൊരു സിനിമ അപ്പോൾ റിലീസ് ചെയ്യുകയും അത് ടാക്സ് ഫ്രീ ആയിട്ട് ഓടുകയും ചെയ്യുന്ന ഒരു സംവിധാനം. അപ്പോൾ ഞങ്ങൾക്ക് പല തിയേറ്ററും കിട്ടിയില്ല. സാംബശിവൻ സാർ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ തലശ്ശേരിയിൽ പോയി ചെന്ന് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന MV രാഘവൻ സഖാവിനെ പോയി കണ്ട് സഖാവിനെ കൊണ്ട് തലശ്ശേരിയിൽ തിയേറ്ററിനെ വിളിച്ച് പറയിപ്പിച്ചുമൊക്കെ ചെയ്തിട്ടുണ്ട്. കൊല്ലത്ത് തന്നെ സാംബശിവൻ സാറ് നമ്മളെ കുങ്കുമത്തിൻ്റെ റെഡിയാർ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡെന്നി ഫിലിംസ് വഴി നമ്മുടെ ഫിലിം ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അകാല ചരമമാണ്, അത് നടന്നില്ല. അങ്ങനെയാണ് പുതിയൊരു ഞങ്ങൾക്ക് കുറച്ച് പൈസ എന്നൊരാളാണ്, ഒരു ഫിനാൻസ് ചെയ്ത ആളാണ്, അയാൾക്ക് പൈസ തിരിച്ച് വേണം, അതുകൊണ്ട് അയാൾ റിലീസ് ചെയ്തതാണ്. അത് വലിയൊരു പ്രശ്നമായിരുന്നു, കാരണം അതുകൊണ്ട് അദ്ദേഹത്തിന് ഞങ്ങളോട് വളരെയധികം സംശയമായിരുന്നു. അപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് അവിടുത്തെ സെൻട്രൽ തിയേറ്ററിലോ അല്ലെങ്കിൽ അതുപോലുള്ള കൃപ തിയേറ്ററിൽ റിലീസ് ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നത്. കാരണം സാംബശിവൻ്റെ ആൾക്കാർക്ക് ഓഡിയൻസിന് വരാൻ പറ്റിയ സ്ഥലമാണ്, അവരുടെ ചെറിയ എമൗണ്ട് കൊടുത്തിട്ട്. പക്ഷേ ഇയാൾ ചെയ്യുന്ന വെച്ചാൽ അതുല്യ എന്നുള്ള തിയേറ്ററിലാണ്, അവിടെ ടിക്കറ്റ് ചാർജ് കൂടുതലാണ്, അവിടെയാണ് ഇയാൾ റിലീസ് ചെയ്യുന്നത്. നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ നേർ വിപരീതമായിട്ട് ഈ ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യുള്ളൂ. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടറും ഞങ്ങളും തമ്മിൽ ചെറിയ
പ്രശ്നങ്ങൾ ഉണ്ടായതും ഈ സിനിമയുടെ ഇതിനെ ബാധിച്ചിട്ടുണ്ട്. പബ്ലിസിറ്റി ഇല്ലായ്മ, ഈ ഡിസ്ട്രിബ്യൂട്ടറുടെ താൻ പോരിമ, ഇതെല്ലാം ഈ സിനിമയെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഗാന്ധി ഫിലിമിൻ്റെ ടാക്സ് ഫ്രീ സംഭവം, അതുപോലെ തന്നെ വേറൊരു സിനിമ, കേരളത്തിലെ ഒരു പ്രശസ്തനായ ഒരു പ്രൊഡ്യൂസർ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ കുയിലിനെ തേടി, അതിൻ്റെ റിലീസ്. അപ്പോൾ ഇവർക്കെല്ലാം ഒരു പേടിയുണ്ടായിരുന്നു. വി സാംബശിവൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ ജനലക്ഷങ്ങൾ കയറി തിയേറ്റർ ഫുള്ളായി ഒരു 50-100 ദിവസം പടം ഓടുമെന്നൊരു ധാരണ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു. പ്രേംനസീർ സാറ് വരെ ഇതിൻ്റെ പ്രോഗ്രസ് അവർ അന്വേഷിക്കുമായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. എൻ്റെ അടുത്ത് കല്ലട വാസുദേവൻ എന്നൊരു ഒരു 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 മാധ്യമപ്രവർത്തനം എന്നോട് പറഞ്ഞത്. അത് അദ്ദേഹം ഈ പ്രേംനസീർ സാറോടുള്ള അടുപ്പമുള്ള ആളാണ്. അദ്ദേഹം എൻ്റെ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവത്തിനെ അത് ഒളിഞ്ഞു പോയി എന്നുള്ളത് ഏറ്റവും വിഷമമുള്ള കാര്യമാണ്. നമ്മൾ എ സെൻട്രൽ, അന്ന് എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ് ആണല്ലോ. ഈ ഡിസ്ട്രിബ്യൂട്ടർ എന്ത് കഴിഞ്ഞാൽ അയാൾ സി ക്ലാസ്സിലെ കൊണ്ട് റിലീസ് ചെയ്തു പടം. എ ക്ലാസ്സിൽ പോകുന്നില്ല, പത്രങ്ങളിൽ പരസ്യം വരുന്നില്ല. പടം വന്ന് മാറുമ്പോൾ ആൾക്കാർ അറിയുന്നു പടം പോയി എന്ന്. ഇത്തരത്തിലുള്ള ഒരുപാട് അശാസ്ത്രീയമായ കാര്യങ്ങൾ കൂടിയാണ് ഈ പടം മോശപ്പെട്ടു പോയത്. പിന്നെ പടത്തിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പടത്തിന് സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാരണം പടത്തിന് ഇപ്പോൾ ഊട്ടി വെച്ച് എടുക്കേണ്ട ഒരു പാട്ട് സീൻ ഞങ്ങൾ എടുത്തത് വർക്കി ജോർജ് XMPയുടെ വീട്ടിൻ്റെ ഉദ്യാനത്തിൽ വെച്ചാണ്. അപ്പം ഇങ്ങനെ പല കാര്യങ്ങളിലും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ പടം മറ്റു പല പടങ്ങൾ പോലെ കിടന്നു പോകരുത്, ഇതൊന്ന് വെളിച്ചം കാണണം. കാരണം MN ശ്രീധരൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്, അത് വെളിച്ചം കാണണം. അതൊരു വാശിയായിരുന്നു ഞങ്ങൾക്ക്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ മതി, ഇതുകൊണ്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സിനിമയുടെ ക്വാളിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് MN ശ്രീധരൻ്റെ കുഴപ്പമല്ല, അത് ഈ പ്രൊഡ്യൂസറുടെ കുഴപ്പമാണ്. പ്രൊഡ്യൂസർ മെൻ ആൻഡ് മെറ്റീരിയൽ സമയത്ത് കൊടുത്തിട്ടില്ല. പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് ആ സ്നേഹധനനായ മനുഷ്യൻ ഞങ്ങളുടെ വാക്ക് കേട്ട് ഞങ്ങളെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തതിൻ്റെ ഫലമാണ് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത്. അതാണ് സിനിമ ഫ്ലോപ്പായി പോയത്. ഇതാണ് ഈ വല്ലാങ്കുഴി എന്ന സിനിമയുടെ പിന്നിലുള്ള കഥകൾ. അത് ഓർക്കുമ്പോൾ എന്താ പറയുന്നത്, വയലാർ രാമവർമ്മ പറഞ്ഞ മാതിരി നിലയ്ക്കാത്ത വേദനയായിട്ട് നമ്മുടെ ഉള്ളിലിങ്ങനെ നിൽക്കും.